കരിക്കുണ്ടായ ക്ലിയറായി കരിക്കിൻ്റെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങ് കയറാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടെ. കിണറ്റിന്റെ വെള്ളം തന്നെ നല്ല തണുപ്പാട്ടാ. അപ്പൊ കൂടിയാലും കൂടി ഒഴിച്ചിട്ടേ പിന്നെ കുടിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് വെള്ളത്തില്. ഞാനേ ചെമ്മീനോടെ വറക്കാനിട്ട് പോയിട്ടുണ്ടായിരുന്നേ. കാരണം ഉണ്ണികള് പച്ചക്കറി കഴിക്കായാലും കൂടിയിട്ട് അവർക്ക് കൂടെ ഒരു നോൺ വെജ് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നലെ ഷായിട്ടിനെ ചെമ്മീൻ മേടിച്ചോണ്ടിരുന്നിരുന്നു. അപ്പൊ ഞാനത് വേഗം അത് അടുപ്പത്തിട്ട് ആ ഒരു പണി കഴിക്കാലോ വെച്ചു. അപ്പൊ ഞാൻ ഈ ചെമ്മീൻ വറുക്കട്ടപ്പോ വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ആക്കിയിട്ടാട്ടെ ചെമ്മീൻ വറുത്തെടുക്കുന്നത്. അപ്പൊ ദാ ചെമ്മീൻ വറുക്കല് കഴിഞ്ഞുട്ടാ. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങ് കയറാൻ വരുന്ന ദിവസമാണ്. അപ്പൊ ആ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ അടുക്കളയുടെ പണികളൊക്കെ നമ്മള് വേഗം കഴിച്ചിരിക്കും. അപ്പോൾ ഇന്നിപ്പോ ഇതാ ചെമ്മീൻ വറുക്കല് കഴിഞ്ഞ് ഇനിയിപ്പോ ഇത് ഞാൻ മസാലയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പറമ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ പൊട്ടിച്ച് എടുക്കണേ. അപ്പൊ ഞാനുണ്ടല്ലോ അതാ നമ്മുടെ ചെമ്മീൻ വറുത്ത അതേ സെയിം പാത്രത്തിലും അതേ വെളിച്ചെണ്ണയിൽ തന്നെയായിട്ട് നമ്മൾ ഈ സബോള ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നത് കേട്ടാ. വഴറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് വേപ്പില, അതേപോലെ ഇഞ്ചി, കുറച്ച് പച്ചമുളക് എല്ലാം എന്തായിരുന്നത് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാതും ചെറുതായിട്ട് ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കട്ടെ ചെയ്യണേ. നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ചക്കുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ പിന്നെ എരിവിനനുസരിച്ചിട്ട് അതായത് ഞാനിതൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് ഞാൻ ഇതിൽ കുറവായിട്ട് ഇടുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തക്കാളി ഇട്ടിടാട്ടാ, ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇതാ ആ പൊടികളൊക്കെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടികളുടെയൊക്കെ കുത്ത് പോകണ വരെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാട്ട് ചെയ്യണത് കേട്ടാ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഉപ്പ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പില്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ചെമ്മീൻ വറുക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളതാണ് അത് കാരണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു മസാല എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഈ ചെമ്മീമയ്ക്കും ആ ഒരു എന്താ പറയുക മസാല ചെറുതായിട്ട് പിടിക്കേണ്ട രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ട രീതിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആയിട്ടപ്പോൾ ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ
ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത്തിരി ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റൂട്ടെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ഡ്രൈ ആയിട്ട് വെറുതെ ആ സബോളയൊക്കെ നമ്മുടെ ഈ ചെമ്മീന്മ ഒന്ന് ഇരിക്കേണ്ട രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ആക്കിയെടുത്തിട്ടുള്ളത്. ഇത് റെഡിയായി. ഇനി നമുക്ക് പറമ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ നോക്കിയാൽ വിയറ്റ്നാമേലിയിൽ നിന്ന് ഒരു ഇടിയൻ ചക്കയായിട്ട് ഞാനിന്ന് ഇടുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ വിയറ്റ്നാമേലി കാണിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിയിലത്തെ ഒരു കൊല പോലും നമുക്ക് ഉണ്ടായിട്ട് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിതാ ഇടുമ്പോൾ ഒരു ഇടിയൻ ചക്കയാണ് ഇടുന്നത് കേട്ടോ. കാരണം നമ്മളിത് ഇങ്ങനെ എന്താ പറയുക മുറിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പ്ലാവിനോട് ചെയ്യണ ഒരു പാപമായിരിക്കും. കാരണം ഇവർക്ക് താങ്ങാൻ പറ്റണില്ല. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് ചീരി കൂടി അരിഞ്ഞെടുക്കണം. നമ്മുടെ ഇന്ന് ഞാൻ ചുവപ്പ് ചീരയായിട്ട് അരിഞ്ഞെടുക്കണത്. ഇപ്പൊ ഇതാ നോക്കിയേ പച്ചച്ചീര നിൽക്കണേ. നല്ല ഈ പച്ചച്ചീരയും ഈ ചുവപ്പ് ചീരയും എല്ലാതും നമ്മളുണ്ടല്ലോ നമ്മുടെ പറമ്പിൽ തന്നെ മുളച്ചിട്ട് അതിന്റെ തൈകൾ നട്ടിട്ടുള്ളതായിട്ട് ഇവര്. പഴയ പോലെ തന്നെ ചീരകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയും ചീര ഞാൻ അരിഞ്ഞെടുക്കണുള്ളൂ. കാരണം നമ്മളിന്ന് വെക്കുന്നത് പരിപ്പും ചീരയാട്ടാ. പിന്നെ നമ്മുടെ ഇടിയൻ ചക്ക കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മുടെ ഇന്നത്തെ കറി. അപ്പൊ നമുക്ക് ചക്കയ്ക്ക് നന്നാക്കണേക്കാൾ മുന്നായിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കാം ചീരയിലേക്ക്. അപ്പൊ ഞാനിതാ ഒരു 1/2 ഗ്ലാസ് പരിപ്പൊക്കെ എടുത്തത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ടാം. കാരണം നമ്മുടെ ഈ പരിപ്പും ചീരയും വെക്കുന്നതിന് നമ്മള് പച്ചമുളകാണ്, ചുവന്ന മുളക് ഉപയോഗിക്കുന്നില്ല. ഇത് അരിഞ്ഞിട്ട് കൊടുക്കാം. അതില് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ നമുക്കിതാ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഈ പരിപ്പ് കൂടുതൽ വേവണ്ട. അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് പാകത്തിനുള്ള വേവായി കിട്ടും. അപ്പോൾ ഈ പരിപ്പ് പൊടിയുടെ വേവണോട് കൂടി നമുക്ക് നമ്മുടെ ചക്കയിടലോ അത് നന്നാക്കി എടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ ഇടിയൻ ചക്ക നന്നാക്കി എടുക്കട്ടെ കേട്ടാ. അപ്പൊ എപ്പോഴും നമ്മള് ചക്ക നന്നാക്കുമ്പോൾ നമ്മുടെ കയ്യിലായാലും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ വെട്ടുകത്തിനായാലും വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ചക്ക നന്നാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇടിയൻ ചക്കി ഈ വട്ടം ഞാൻ വെട്ടി നുറുക്കണില്ല. ഇങ്ങനെ മോളിക്കൂടെ ഇങ്ങനെ ചെത്തി ചെത്തി കളയാട്ട് ചെയ്യണ കരിമുള്ള. ഈ പ്രാവശ്യം നമ്മൾ ഇടിയൻ ചക്ക ചതച്ചാട്ട വെക്കുന്നത്. കഴിഞ്ഞ വട്ടം ഞാൻ വെച്ചത് നന്നായിട്ട് കൊത്തിരിഞ്ഞിട്ടായിരുന്നു. ചതച്ച് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മളുണ്ടല്ലോ നോക്കി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുക്കണേ. എന്നിട്ട് ഈ ഒരു ചെറിയൊരു ഭാഗം കൂടി കളയുക. അപ്പൊ നോക്കിയേ ചക്കയൊക്കെ നന്നാക്കി വരുമ്പോഴേക്ക് നമ്മുടെ ഇതാ പരിപ്പൊക്കെ ഇതാ വിസിൽ വന്ന് ഇതാ വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ട നമ്മള് പരിപ്പ് അധികം അങ്ങനെ വെന്തുടച്ചിട്ടില്ല. കണ്ട ഈ ഒരു രീതിയിലാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടാ. ചക്ക വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കർ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഈ കുക്കറിലത്തെ പരിപ്പുണ്ടല്ലോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പാത്രം തന്നെ നമ്മളത് അപ്പാപ്പോ കഴുകി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റില് കുറെ പാത്രങ്ങൾ മോറാനൊന്നും ഉണ്ടാവില്ല. ഈ കുക്കറ് കഴുകി.
അപ്പൊ നമുക്കുണ്ടല്ലോ ഈ കുക്കറിലേക്ക് നമ്മൾ നന്നാക്കി കൊണ്ട് നമ്മുടെ ഇടിയഞ്ചാക്കി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ നോക്കി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കല്ലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് ഒരു വിസിൽ വന്നാൽ മതിയിട്ട് നമുക്ക്. കാരണം കൂടുതൽ വിസിൽ വരാതിരിക്കുമോ. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇടിയൻ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചതച്ച് കിട്ടുന്ന ഒരു പാകമുണ്ട്. ആ ഒരു പാകം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒറ്റ വിസിൽ മതി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പരിപ്പ് വെന്തിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ചീരി കൂടി റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടി ഞാനിതൊരു കലാപത്തിൽ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ ചട്ടി ചൂടായിട്ട് അപ്പൊ അതിലേക്ക് നോക്കി 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഇതാ ചൂടായി വന്നപ്പോൾ നോക്കിയാൽ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇതാ പൊട്ടി തുടങ്ങി. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ 1/2 ടീസ്പൂൺ തന്നെ നമ്മൾ ഉഴുന്നും പരിപ്പിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക് കടുകൊട്ടിയിട്ട് കൊടുക്കുന്നു. ഒരു കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ജീരകം. ജീരകം ഇട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചുവന്നുള്ളി ഉണ്ടല്ലോ കനം കുറച്ചരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഇടാ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചീരിട്ട് കൊടുക്കാം. വെള്ളമൊന്നും നമ്മൾ ചീരയിൽ ഒഴിക്കില്ല. ഇതിലേ തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴച്ചെടുക്കുകയാണ് ചെയ്യുക. നമുക്കറിയാലോ ചീരയ്ക്ക് വേണം വെറും നിസ്സാര ടൈം മതിയെന്ന്. ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ ഇങ്ങനെ വെക്കുന്ന ഒരു കറിക്കില്ല. ചീര നോക്കിയാൽ ഇതേപോലെ നമ്മൾ വഴറ്റി ഇതേക്കണ്ട. ഇങ്ങനെ ആവുമ്പോൾ തന്നെ ചീര വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചതുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കാരണം ഈ കറി എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ എന്താ പറയുക കട്ടിയുള്ളൊരു കറിയല്ല, അത് കൂടുതൽ അഴകൂല ആ ഒരു രീതിയിലായിട്ട് നമ്മൾ ഇതാക്കിയെടുക്കേണ്ടത്. ഈ സമയത്താണ് നമ്മൾ ഉപ്പിടണം കേട്ടോ. അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ഇനി ഒന്ന് ചൂടായി വരെ വേണ്ടോ. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ട നമ്മുടെ കറി ഇതാ ഒന്ന് ചെറുതായിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നോക്കി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഇത്തിരിയുള്ള കായപ്പൊടിയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രേ വേണ്ടോട്ടെ ഈ കറി. ശരിക്കും നമ്മുടെ ഈ ചീരക്കറിയോ എന്തൊരു ഹെൽത്തി കറിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചീരക്കറിയൊക്കെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉണ്ടല്ലോ ഈ സംഭവമില്ലേ നമ്മുടെ ഇടിയഞ്ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വിസിലൊക്കെ വന്നിട്ട് എയർ പോയി കഴിഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാറി കിട്ടും വേണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് ഇടിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞ കാരണമാണ് കേട്ടോ. അതിന് കുറച്ച് ടൈം വരും. കാരണം ചൂടാറി കിട്ടണം. ഇനി നമുക്ക് പണിസ്ഥലത്തേക്ക് കുറച്ച് ചീര അരിയണം. ഇനിയിപ്പോൾ ഇത് ഞാൻ അവിടെ കൊണ്ടുകൊടുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നമ്മുടെ കുക്കറിൽ. നോക്കിയാൽ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ട ഇതേപോലെ ആവണുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ചൂടാക്കി ആട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പം നോക്കിയേ നമ്മുടെ ഇടിയഞ്ചാക്ക ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഓരോ കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ ചതച്ചെടുക്കാം കേട്ടോ. അധികം അമർത്തി ചതക്കരുത്. ഈ ഒരു രീതിയിൽ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ചതച്ചെടുക്കാം. നമ്മളിതാ ചീനച്ചട്ടിക്ക് കയറ്റി കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ ഉള്ളി വെളുത്തുള്ളി അതേപോലെ വേപ്പിലും കൂടി ചതച്ചതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുച്ചിപ്പുളി മുളകാണ്. അതിപ്പോൾ ഇതാ എരിവിനനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് ആക്കി. ഇതിതാ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്
ഒരു 2 പിടി നാളികേരം ചെരുക്കിയെടുത്തതാട്ടാ. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് നമ്മൾ നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒക്കെ ചതയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാലോ. അങ്ങനെ ഉപ്പ് ഇല്ലാതെ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിന്ന് നമ്മുടെ ഇടിയിലേക്ക് ചതയ്ക്കുമ്പോൾ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഉപ്പ് പാകം തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ നാളികേരൊക്കെ ഇട്ട് റെഡി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഈ ചതച്ച് വെച്ച നമ്മുടെ ഇടിയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ നാളികേരൊക്കെ ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഇടിയൻ ചക്ക തോരൻ റെഡി ആയിട്ടാ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യും. കറികളൊക്കെ റെഡി ആയിട്ടാ. ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം ഇനി അടുക്കളയിൽ കയറിയിട്ട് വേറെ കറികളൊന്നും വയ്ക്കണ്ട. അപ്പം നമുക്കിനി കോഴിക്കൂട് കഴിക്കാനായിട്ട് പോകാം. നമുക്ക് പോയോട്ടാ. കോഴിക്കൂട് കഴുകി കഴിഞ്ഞാലേ ഒന്നെങ്കിൽ അതിന്റെ പിന്നാലെ ഞാൻ കുളിക്കുകയും ചെയ്യാം. ഇതിപ്പോ നമുക്ക് തെങ്ങ് കയറുന്ന പണിയുള്ള കാരണം ഡ്രസ് മാറിൽ മാത്രമുള്ള കാരണം ഇങ്ങനെ പോയാലും ആകെ നനയും. കോഴിക്കൂട് കഴുകി കഴിഞ്ഞാലേ ഒന്നെങ്കിൽ അതിന്റെ പിന്നാലെ ഞാൻ കുളിക്കുകയും ചെയ്യാം. ഇതിപ്പോ നമുക്ക് തെങ്ങ് കയറുന്ന പണിയുള്ള കാരണം ഡ്രസ് മാറിൽ മാത്രമുള്ള കാരണം ഇങ്ങനെ പോയാലും ആകെ നനയും. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഹായ് പറയണത് ചേട്ടനോടാണ്, ജേക്കബ് PC. ഹായ് ജേക്കബ് ചേട്ടൻ. പിന്നെ ഹായ് പറയണത് എനിക്ക് ചേച്ചിയാണോ എന്നറിയില്ല, പേര് മാത്രമായിട്ട് ഞാൻ പറയണേ. പ്രസീത കണ്ണൂർ. ഹായ് പ്രസീത. ശോഭിത ഷാജഹാൻ. ഹായ് ശോഭിത. പിന്നെ അനീത്തിക്കുട്ടിയാണ്. നിഷ KS. ഹായ് നിഷ. അപ്പം നമുക്കിനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഹായ് കേട്ടോ. നമുക്കുണ്ടല്ലോ തെങ്ങ് കയറാൻ വന്നിട്ടുണ്ടെങ്കിലേ കുറേ പേർക്ക് അറിയാം, ഞാൻ തെങ്ങിൻ്റെ അടിയിലായിട്ടാണ് ചട്ടികളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ സുബ്രാജനാണെങ്കിൽ ബാക്കിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഞാൻ ചട്ടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. ചട്ടി പൊട്ടി. ഇതേ ഈ ചട്ടി മുന്നിൽ പട്ട വന്നിട്ട് ഇങ്ങനെ വെണ്ടിട്ടാവും ഇരുന്നുണ്ടാവുക. ഞാൻ പിടിച്ച വയ്ക്കാതെ പൊട്ടി. ഇനി വേറൊരു ചട്ടിയിലേക്ക് ആക്കണം ഇങ്ങനെ തന്നെ. നമുക്ക് ഈ വട്ടത്തെങ്ങ് നേരം വരിക തന്നെ കുറച്ച് കൂടുതൽ കട്ടയും നാളികേരൊക്കെ ഉണ്ട്. സുഖമായിട്ട് ഇതിന് മാറ്റണം പറയണം. ഞാൻ മാറ്റാം. സുഖമായിട്ട് മാറ്റുന്നില്ല മാറ്റാൻ. ബ്രെഡിനെ കൊണ്ട് മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും തന്നെ ആദ്യം ചെയ്തു തുടങ്ങിയത്. പക്ഷെ പറ്റില്ല.
ചട്ടിക്ക് മാറ്റി വെച്ച് സുഖമായിട്ട് ആ തെങ്ങ് കയറി തുടങ്ങിയിട്ടാ. അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് നമുക്കൊരു സ്ഥലമുണ്ട് നെയ്റ്റ് വെക്കാൻ, ഞാൻ അവിടെ മാറ്റട്ടെ. ചട്ടികളൊക്കെ ഇങ്ങനെ വെച്ച് കാണാൻ രസമാണ്. പക്ഷെ ഈ തെങ്ങ് കയറാൻ വേണ്ടൊരു ദിവസം നല്ല വിലക്കെട്ട ഒരു പണി തന്നെയാട്ടോ. പക്ഷെ അത് നമ്മൾ അതിനോട് യോജിക്കുന്ന കാരണം നമുക്കത് ചെയ്തു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്ന് മാത്രം. അതിങ്ങോട്ട് കുത്തിച്ചാൽ മതി. ചട്ടി മാറ്റി വയ്ക്കലെല്ലാം കഴിഞ്ഞിട്ടാ. നല്ല സുഖമുള്ളൊരു എക്സസൈസാണ്. നമ്മുടെ സുബ്രേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാതെ നമുക്ക് സുബ്രേട്ടനെ പറഞ്ഞയക്കാൻ പറ്റില്ല. അത് സുബ്രേട്ടന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. സുബ്രേട്ടൻ തന്നെ പറഞ്ഞ എന്താണ് നമ്മുടെ മകനെ കുറിച്ച്? നല്ല അഭിപ്രായം. ജിതിനമ്മസിന്റെ അച്ഛനാട്ടാ. അപ്പൊ അങ്ങനെ സുബ്രേട്ടന്റെ തെങ്ങുകളൊക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്കിതാ ലേവിഷം എനിക്ക് ഇഷ്ടംപോലെ പണിയാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ പട്ടകളൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചാന്ന് വിചാരിച്ചുട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോലി 3 മാസം കൂടുമ്പോഴാണ് കിട്ടാറുള്ളത്. പക്ഷെ ഈ പ്രാവശ്യം തെങ്ങ് കയറാനായിട്ട് നേരം വൈകി. അപ്പോൾ 5 മാസം വേണ്ടി വന്നു ഈ വട്ടം നമുക്ക് ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പലരും ചോദിക്കാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പണിക്ക് നിർത്തൂടെ? കാരണം അങ്ങനെ ഒരാളെ കൂടി നിർത്തിയിട്ട് ചെയ്യാവുന്ന പണി ഉണ്ടല്ലോ ഇവിടെയെന്ന്.
പക്ഷേ അങ്ങനെ നമ്മളൊരാളെ നിർത്തി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തോ ഒക്കെയും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അത് മാത്രമല്ല ഷായേട്ടന് അല്ലാതെ അങ്ങനെ വെറുതെ ഇരിക്കുക എന്നുള്ള അങ്ങനെ ഇഷ്ടം കുറവാണ്. കാരണം നമുക്ക് ഒരു ദിവസം ചെയ്യാവുന്ന പണികളുള്ളൂ. നമുക്ക് സമയമില്ലാത്ത പോലെയാണ് പണികൾ. നമുക്ക് ഇഷ്ടമുള്ള പണികളാണ് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട്. പിന്നെ ഇത് വേണ്ടത് വേറെ ചിന്തകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് മാത്രം കാരണം കാലത്ത് എണീറ്റു ഇന്നത് ചെയ്യാണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ മാത്രമായിരിക്കും എണീക്കുക. അപ്പോൾ നമ്മളതിലൊരു സന്തോഷം കണ്ടെത്തുന്ന കാരണമായിട്ട് ഞാനിവിടെ ആരെയും പണിക്ക് നിർത്താത്തത്. കാരണം ഒരാളെ പണിക്ക് നിർത്തിയാൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ അത്രയും ടൈം വെറുതിരിക്കേണ്ടി വരും. ഇപ്പോഴാകുമ്പോൾ നമുക്ക് സാധാരണ ചെയ്യാവുന്ന പോലെയുള്ള പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പട്ട വെട്ടുക അല്ലെങ്കിൽ നാളേരം പറിക്കിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ശരിക്കും ഒന്നും ചെയ്യണില്ല എന്ന് പറയാം. കാരണം ആദ്യം നമുക്ക് പട്ട കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓലക്കൂടി എല്ലാം വെട്ടൂരിയും അതേപോലെ തന്നെ പട്ടകളൊക്കെ നമുക്ക് കത്തിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കി വെക്കാറുണ്ട്. അതായത് അച്ഛനമ്മയ്ക്കുള്ള ടൈമിലും അതേപോലെ തറവാട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിൽ നമുക്ക് പണിക്കാർക്കൊക്കെ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ആ സമയത്തിട്ട്. കാരണം അന്ന് ഗ്യാസൊന്നുമില്ല, ഒക്കെ നമ്മൾ അടുപ്പിലാണ് എല്ലാം ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പം അന്നത്തെ പട്ടവെട്ടലൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പണിയില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എല്ലാ തെങ്ങിൻ്റെ കടക്കിലത്തെ നാളികേരം പട്ടയൊക്കെ മാറ്റില്ല. നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ഈ 2 തെങ്ങ്, അതേപോലെ വീടിൻ്റെ സൈഡിൽ വേറെ 4 തെങ്ങുണ്ട്. അങ്ങനെ ഒരു 6 തെങ്ങിൻ്റെ കടക്കിലത്തെ മാത്രമാണ് പട്ടകളായാലും നാളേരൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുള്ളൂ. പിന്നെയുള്ളതൊക്കെ ഞാൻ വേറൊരു ദിവസമായിട്ട് ചെയ്യുള്ളൂ. കാരണം ഇതന്നെ ചെയ്തു വരുമ്പോൾ ഒരു സമയവും പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലായ കാരനാണ് വേഗം തന്നെ മാറ്റിയിരുന്നത്. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഇതൊരു പണിയായിട്ട് കിടക്കണ പോലെ എനിക്ക് തോന്നിയിട്ട് അത് കാരണമാണ്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ആ പണ്ടത്തെ ഒരു കാലഘട്ടം ഓർമ്മ വരും. എപ്പോഴായാലും നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങൾ നമ്മൾ മറക്കരുത്, എപ്പോഴും ഓർമ്മയിൽ നിൽക്കണം നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊന്നും എനിക്കൊരു മടുപ്പല്ല, എന്താ പറയുക ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമുക്കൊരാൾ നിർത്തുന്ന സൗകര്യം ഇല്ലാണ്ടും അല്ല കേട്ടോ. അപ്പോൾ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് കേട്ടോ. രണ്ട് മൂന്ന് പച്ചപ്പട്ട. അപ്പം എനിക്ക് തോന്നി അത് എന്താ പറയുക ചൂലൂരിയാന്ന് വെച്ചിട്ടേ. അപ്പോൾ ഓലക്കൂടിയൊക്കെ ഒന്ന് വെട്ടൂരിഞ്ഞ് വെക്കും. ഇന്ന് ഇപ്പോൾ ചൂലൂരിയാനിരിക്കില്ല, വേറൊരു ദിവസം ഒഴിവ് പോലെ ഓലക്കൂടി എന്താ പറയുക ഉണങ്ങണേക്കാളും മുന്നേട്ട് തന്നെ ഉരിഞ്ഞ് എടുക്കാട്ടെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ പട്ടയ്ക്ക് വലിച്ച് നമ്മുടെ അവിടുത്തെ പറമ്പിലാട്ടോ കൊണ്ടുവരണം. ഇവിടുത്തെ പറമ്പിൽ നമ്മൾ ചാലി പോലും എടുത്ത് കൊണ്ടിടാൻ പറ്റില്ല. നമ്മൾ പച്ചക്കറിക്ക് വെക്കുന്നുണ്ടാവും, പിന്നെ ഇങ്ങനെ വലിക്കാൻ പറ്റില്ല. അത് വെട്ടി കഷ്ണങ്ങളാക്കേണ്ടി വരും. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കണം. അപ്പോഴേക്കും പിന്നെ ചായട്ടെ പണിസ്ഥലത്ത് നിന്ന് വന്നോട്ടാ. അപ്പോൾ എനിക്ക് ചട്ടികളൊക്കെയും അതിൻ്റെ സാധനങ്ങളിലേക്ക് വെക്കാനായിട്ട് ചായട്ടിനും കൂടി സഹായിക്കാൻ നിന്നു. അത് കാരണം ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ അടിച്ചു വാരി വൃത്തിയാക്കോട് കൂടിയിട്ട് തന്നെ ചട്ടികളൊക്കെ അതിൻ്റെ സ്ഥലത്ത് വേഗം വെക്കാനും ഒക്കെ പറ്റും. എളുപ്പത്തിൽ കഴിയുന്നു വേഗം പണികൾ ചായട്ടിനും കൂടി വന്നാൽ കാരണം കേട്ടാ. സ്മിതി കുറച്ച് നേരമായി അവിടെ ചട്ടികളൊക്കെ ഒന്നൊക്കെ എടുത്തേക്കില്ലേ. അപ്പോൾ ഒരു കരിക്ക് ഇവിടെ സുബ്രം വരുമ്പോൾ തെങ്ങേറാൻ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും കരിക്കിടും. അത് കാരണം നമുക്ക് ഇടേണ്ട കാര്യമില്ല. ഇത് സ്മിതിക്ക് കൊടുക്കാം, വന്നിട്ട് നമ്മളെ ആക്കാം. നാളെ വേണ്ടിണ്ട് കരിക്ക് ഇത് അവിടെ ഉണ്ട്. വേണ്ട ഞാൻ വരാം. ചായേട്ടന് ഈ ഒരു സ്വഭാവം എപ്പോഴുള്ളതാട്ടാ. ഞാൻ എന്തെങ്കിലും എങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു പണി എടുക്കണ കണ്ടു കഴിഞ്ഞാൽ ചായട്ടെ ഇതിപ്പോൾ സൂപ്പറായിട്ട് ഇട്ട് പോയിട്ടുള്ള കരിക്കാണ്. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ തെങ്ങുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വലിക്കാൻ പറ്റുന്ന കരിക്കുണ്ട്, അങ്ങനെ വെട്ടി തരാറുണ്ട് ചായട്ടെ.
എന്റെ കുടി കഴിഞ്ഞു കേട്ടാ വേഗം എന്റെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം ടേസ്റ്റായിട്ട് ഞാൻ നാളെ കൊണ്ടുമ്പോഴേ നമ്മുടെ പ്ലാവുമെന്ന് ഒരു ചക്ക വേണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പ്ലാവുമ്പ ചക്ക ഉണ്ടായിട്ട് വലിയ പ്ലാവുമ്പ, പക്ഷെ ഒക്കെ ഭയങ്കര മുകളിലാ. അല്ല ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ആ ഒരു അധികം വലിപ്പില്ല ആ ചക്ക വീണോക്കണേ. ഓ വെള്ളലൊക്കെ പറ്റിണ്ട്. ചെറുതാട്ടാ പറ്റിയിട്ടുള്ളൂ. ഒരു 10 ഉണ്ട് ഇവിടെ. അവിടെ ഏറ്റവും ഉള്ള ശരിക്കും നമുക്ക് ഇടാനായിട്ട് ബുദ്ധിമുട്ടാ. ഓ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടാ. ഇനി ഞങ്ങൾക്ക് ഇന്നില്ലേ ഈ ചക്ക വെട്ടിയ ഇതും ആ കരിക്കുണ്ടായി ക്ലിയറായി. കരിക്കിൻ്റെ അതൊക്കെ ആയി ക്ലിയറായി. അപ്പോൾ പിന്നെ ചോറിൻ്റെ ആവശ്യമില്ല ഇന്ന്. ഇനി ചോറ് വേണ്ടത് കഴിഞ്ഞില്ല. ഇത് രണ്ടെണ്ണെ പറഞ്ഞാൽ ആയി ശരിക്കും. അപ്പം നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.